ഹായ് എവരിവൺ, ഇന്ന് നമുക്ക് മൂന്നാറിലെ വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സും അതുപോലെ തന്നെ കാക്ടസും പോട്ട്സും മിതമായ നിരക്കിൽ കിട്ടുന്ന ഒരു അടിപൊളി നഴ്സറി പരിചയപ്പെടാം. സോ അഗെയിൻ വെൽക്കം ബാക്ക് ആൻഡ് സ്റ്റേ ട്യൂൺ. മൂന്നാറിലെ അടിമാലി താഴ്വരയിലാണ് ഈ ഒരു നഴ്സറി ഉള്ളത്. ഞങ്ങൾ കുറേയൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഒരു താഴ്വരയിലാണ് കൂടുതൽ നഴ്സറികളും അതുപോലെ തന്നെ വലിയ നഴ്സറികളും ഉള്ളത് എന്നാണ്. മൂന്നാറിൽ നിന്നും തിരിച്ചു വരുമ്പോഴാണ് ഈ ഒരു നഴ്സറിയിൽ ഞങ്ങൾ കയറിയത്. വേറെയും കുറേ നഴ്സറികൾ ഈ ഒരു റൂട്ടിൽ തന്നെ കാണാൻ കഴിയും. ഈ ഒരു നഴ്സറിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സ് 150 രൂപ മുതൽ നമുക്ക് ലഭ്യമാണ്. അതിൽ സക്യുലൻ്റ് വെറൈറ്റീസും പിറ്റോണിയ, ടർട്ടിൽ വൈൻ, ബബിൾസ് എന്നിങ്ങനെ പലവിധ ഹാങ്ങിങ് പ്ലാന്റ്സും കാണാൻ കഴിയും. അതുമാത്രമല്ല, ഹാങ്ങിങ്ങിൽ വരുന്ന ഈ ഒരു പ്ലാന്റ് 30 റുപ്പീസിന് അതിൻ്റെ ചെറിയൊരു തൈ നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. നമുക്ക് ആവശ്യമായ പ്ലാന്റേഴ്സും ഇവിടെ തന്നെ കാണാൻ കഴിയും. നല്ല ഭംഗിയുള്ള, നല്ല കളർഫുൾ ആയിട്ടുള്ള പല ഷേപ്പിലുമുള്ള പ്ലാന്റേഴ്സ് ഇവിടെയുണ്ട്. 20 റുപ്പീസ് മുതലാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. പിന്നെ 40, 50 അങ്ങനെയൊക്കെ കയറി പോകുന്നുണ്ട്. ഹാങ്ങിങ് പ്ലാന്റേഴ്സിലും അതുപോലെ കുറച്ച് വെറൈറ്റീസൊക്കെ ഇവിടെ കാണാം. വൈറ്റ് ഒരു പോട്ടിന് വരുന്നത് 20 റുപ്പീസാണ്. മൂൺ കാക്ടസ് എവിടെ വെച്ച് കണ്ടാലും ആദ്യം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും. വളരെ അട്രാക്റ്റീവായി തോന്നിക്കുന്ന ഈ ഒരു മൂൺ കാക്ടസ് ഒരു ഗ്രാഫ്റ്റി പ്ലാന്റും കൂടിയാണ്. പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. ഒരൊറ്റ പ്ലാന്റായി തോന്നിക്കുന്ന ഈ ഒരു മൂൺ കാക്ടസ് വാസ്തവത്തിൽ 2 പ്ലാന്റാണ്. ഗ്രീൻ കളറിൽ കാണുന്ന ഹൈലോസൈറസ് അഥവാ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ടിൽ മൂൺ കാക്ടസിനെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാക്സിമം ഈ ഒരു പ്ലാന്റിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 2 വർഷമാണ്. കുറഞ്ഞത് 2 മാസവും. ബിഗിനേഴ്സ് ഒരിക്കലും ഈ ഒരു പ്ലാന്റ് വാങ്ങിക്കരുത്. ശ്രദ്ധ വളരെ കുറഞ്ഞു പോയാൽ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത്. വെള്ളം കൂടിയാലും കുറഞ്ഞാലും ഈ ഒരു പ്ലാന്റിൻ്റെ തണ്ടാണ് നശിച്ചു പോകുന്നത്. പിന്നീട് മൂൺ കാക്ടസും നശിച്ചു പോകുന്നതാണ്. കാരണം ഫോട്ടോസിന്തസിസ് നടക്കാത്തത് കൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും മൂൺ കാക്ടസിനില്ല. ഇനി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പർപ്പിൾ കളറിലുള്ള മൂൺ കാക്ടസ് വാങ്ങിക്കാവുന്നതാണ്. പല കളറുകളിലുമുള്ള റോസാ തൈകൾ 30 രൂപ മുതൽ ഇവിടെ അവൈലബിൾ ആണ്. ചെടിയുടെ വലിപ്പമനുസരിച്ച് ചിലപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ ചെറിയൊരു വ്യത്യാസം വരും. റോസാ തൈകൾ വേറൊരു പോട്ടിലേക്ക് റീപോർട്ട് ചെയ്യുന്ന സമയത്ത് കൊക്കോ ചിപ്സോ അല്ലെങ്കിൽ കൊക്കോ പിറ്റോ യൂസ് ചെയ്യാമെന്ന് അവർ പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ ആ ബഡ് ചെയ്ത ഭാഗം മണ്ണിന് അടിയിലായിട്ടാണ് നമ്മൾ റീപോർട്ട് ചെയ്യുന്നതെങ്കിൽ നന്നായി ഫ്ലവർ ചെയ്യുന്നതും കൂടി അവർ പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, അവർ പറഞ്ഞൊരറിവാണ്. ഈ ഒരു നഴ്സറിയിൽ ഒരുവിധം എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് കാണാൻ കഴിയും. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സുകളും കുറച്ച് കാക്ടസും സക്യുലൻസും പിന്നെ ലാൻഡ്സ്കേപ്പ് പ്ലാന്റ്സ്, ഹാങ്ങിങ് പ്ലാന്റ്സിൽ തന്നെ കുറേയധികം വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡനിന് യൂസ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സ്, പിന്നെ ഉള്ളത് പൂളിലൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് പ്ലാന്റ്സ്. അങ്ങനെ ഒരുവിധം നല്ല വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ലഭിക്കുന്ന ഒരു നല്ലൊരു നഴ്സറിയാണ് ഇത്. എല്ലാ പ്ലാന്റ്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു 2 എപ്പിസോഡ് ചെയ്യാനുള്ള അത്ര പ്ലാന്റ്സ് ഇവിടെയുണ്ട്.
ഞാൻ ജസ്റ്റ് ഒരു ഓവറോൾ ലുക്ക് മാത്രമാണ് എടുത്തിരിക്കുന്നത്. കാക്ടസിലും സക്കിലൻസിലും ആയിട്ട് കുറച്ച് ഹവാത്തിയ, ഗാസിരിയ, അലോയുടെ കുറച്ച് വെറൈറ്റീസ്, പിന്നെ നേരത്തെ കണ്ട മൂൺ കാക്ടസ്, ഇത്രയൊക്കെയാണ് ഞാൻ കണ്ടത്. ഇനി അതിൻ്റെ ഉള്ളിൽ കുറച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും കുറേയൊക്കെ കിട്ടും. ഹാങ്ങിങ് പ്ലാന്റ്സിൽ ഒരുവിധം വെറൈറ്റീസ് ഒക്കെ ഇവിടെയുണ്ട്. അതിൻ്റെയെല്ലാം പേര് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്ത് കാണിക്കാം. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേയധികം ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പിറ്റൂണിയ. ഇതിൻ്റെ തന്നെ വെറൈറ്റി കളേഴ്സ് ഇവിടെയുണ്ട്. വളരെ സെൻസിറ്റീവായ പ്ലാന്റ് ആയതുകൊണ്ട് തീവ്രമായ സൂര്യപ്രകാശം ഏൽക്കാതെ ശ്രദ്ധിക്കണം. വെൽ ഡ്രെയിനേജ് ഉള്ള സോയിലാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വാട്ടറിങ്ങും ആവശ്യത്തിനും മതി. ഫെർട്ടിലൈസേഴ്സും കൂടുതലായിട്ടൊന്നും യൂസ് ചെയ്യരുത്. ചാണകപ്പൊടി യൂസ് ചെയ്യരുത് എന്നാണ് ഇവർ പറയുന്നത്. പിറ്റൂണിയ ചെറിയൊരു പ്ലാന്റ് ആയിട്ട് തന്നെ ഇവിടെ കിട്ടുന്നതാണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 30 റുപ്പീസാണ്.
ഹാങ്ങിങ്ങിൽ വരുന്ന കുറച്ച് പ്ലാന്റ്സ് വെർട്ടിക്കലായിട്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ സ്പൈഡർ പ്ലാന്റ് ഉണ്ട്, പെപ്പറോമിയുടെ വെറൈറ്റീസ് ഉണ്ട്, പിന്നെ പെഡിലാന്തസ് ഉണ്ട്. അങ്ങനെ കുറച്ചധികം പ്ലാന്റ്സ് ഒക്കെ ഇതിലുണ്ട്. നഴ്സറിക്കുള്ളിൽ വെക്കാൻ കഴിയാത്തതുകൊണ്ട് കുറച്ച് പ്ലാന്റ്സ് ഇതുപോലെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൽ കുറേയധികം പ്ലാന്റ്സിൻ്റെ തൈകളാണുള്ളത്. ഇതെല്ലാം സെയിലിനുള്ളത് തന്നെയാണ്. ഇതുവരെയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കൊച്ചി ബോൾഗാട്ടിയിൽ നിന്നും തുടങ്ങി മൂന്നാർ അടിമാലിയിലെത്തി നിൽക്കുന്ന ഞങ്ങളുടെ ഈ യാത്ര വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. യാത്രയുടെ ബാക്കിയുള്ള വിശേഷങ്ങളുമായി ഞാൻ വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും. ഇനിയുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഓൾ എന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് കുത്തി പൊട്ടിച്ചാൽ അടുത്തുള്ള എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ഇറ്റ്സ് മീ ഹനിയ സൈനിങ് ഓഫ്.